മതപരിവർത്തനം എന്ന് പറഞ്ഞ് വലിയ ബഹളമാണ് ഇവിടെ. ഇന്ത്യയിൽ, ഭാരതത്തിൽ ആദ്യം വന്നവരാകട്ടെ, ഇപ്പോൾ ആഫ്രിക്കൻ കാടുകളിൽ നിന്ന് ആദ്യം വന്നവരാണെന്നുള്ള ചില പഠനങ്ങൾ വന്നിട്ടുണ്ട്. എല്ലാവരും ഇവിടെ ആരും ഇല്ലായിരുന്നു എന്നുള്ള ആയിക്കോട്ടെ. അപ്പോൾ തന്നെ വേറെ ചില പഠനങ്ങളുണ്ട്. ആഫ്രിക്കൻ കാടുകളിൽ നിന്ന് ആദിമ മനുഷ്യർ വരുമ്പോൾ ഇവിടുത്തെ കാടുകളിലും കുറേ ആളുകളുണ്ടായിരുന്നു. ഇതെല്ലാം കോൺട്രവേഴ്സിയാണ്, അതിനകത്ത് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. പക്ഷേ എന്തായാലും ഇവിടെ ആദ്യം വന്നവരാകട്ടെ, ഇവിടെ ഉള്ളവരാകട്ടെ, വേദത്തിലും പിന്നെ ഉപനിഷത്തുകളിലും ഋഷിമാരുമായും അതുപോലെ ആചാര്യന്മാരും ഗുരുക്കന്മാരുമായിട്ടുള്ള ഒരു വിഭാഗം, മതമൊന്നും പറയണ്ട, വിഭാഗമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അവരെ കൺവെർട്ട് ചെയ്ത് തന്നെയാണ് ക്രിസ്ത്യാനികളാക്കിയത്. അല്ലാതെ ലോകത്തിലെ ക്രിസ്ത്യാനികളെല്ലാം കൂടെ ഇവിടെ താമസിക്കുകയല്ല ചെയ്തത്. ഇവിടെയുള്ള ഒരു ഈശ്വരാരാധന വിശ്വസിച്ചിരുന്ന, വിഗ്രഹാരാധന വിശ്വസിച്ചിരുന്ന നല്ലൊരു വിഭാഗം ആളുകളെ തന്നെയാണ് ക്രിസ്ത്യാനിയാക്കിയത്. അതുപോലെ മുസ്ലിങ്ങളാക്കിയതും അതുകൊണ്ട് തന്നെ ക്രിസ്ത്യ വിഭാഗത്തിൽ ബ്രാഹ്മണന്മാരുടെയും നമ്പൂതിരിമാരുടെയും നായന്മാരുടെയും നായാടികളുടെയും സ്വഭാവമുള്ള രൂപത്തിലുള്ള സ്വഭാവം എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥത്തിൽ പറഞ്ഞല്ല, നല്ലത് മോശമൊന്നുമല്ല, അവരുടെ രീതികളുള്ള, അവരുടെ നിറങ്ങൾ പോലുള്ള അവരുടെ ആചാരങ്ങളുള്ള ക്രിസ്ത്യാനികളുണ്ട് ഇവിടെ. ക്രിസ്ത്യാനികളിൽ നിങ്ങൾ മനസ്സിലാക്കൂ, ഞാൻ ഇന്നലെ ഒരാൾ എന്നോട് പറഞ്ഞത് ഞങ്ങൾ കത്തോലിക്ക ക്രിസ്ത്യാനികളാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ബ്രാഹ്മണരാണെന്നാണ്, പെന്തക്കോസ്തുകാരാണ്, ഹരിജനങ്ങളെന്നാണ്, അതിന് പട്ടികജാതി പട്ടികവർഗ്ഗക്കാരെന്നാണ് ക്രിസ്ത്യാനികളിലെ. ഇതെൻ്റെ അഭിപ്രായമല്ല, ഒരു ക്രിസ്ത്യാനിയുടെ പ്രധാനപ്പെട്ട ക്രിസ്ത്യാനിയുടെ അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ആ നിലയിൽ ജാതിപരമായ വ്യത്യാസം ഹിന്ദു മതത്തിലുള്ളതുപോലെ മുസ്ലിം മതത്തിലുമുണ്ട്. സുന്നി, ഷിയ എന്നൊക്കെ പറഞ്ഞ് കുറേ വിഭാഗങ്ങളുണ്ട്, കുറേ നേതാക്കൾ അംഗീകരിക്കുന്ന വിഭാഗങ്ങളുണ്ട്. അതുപോലെ തന്നെ പിന്നെ അപ്പുറത്ത് ക്രിസ്ത്യമതം എടുത്തു കഴിഞ്ഞാൽ മാതാവിനെ പ്രാർത്ഥിക്കുന്നവർ, യേശുവിനെ പ്രാർത്ഥിക്കുന്നവർ, പെന്തക്കോസ്തുകാർ, യേശു ഇല്ലെന്ന് വിശ്വസിക്കുന്നവർ, ഒരുപാട് ആളുകളുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ മതപരിവർത്തനം എന്ന് പറയുന്നത് ഭാരതത്തിൽ എല്ലാ കാലത്തും നടന്നിരുന്നു. ഇത് സ്വതന്ത്ര കാലത്തിന് മുമ്പ് നടന്നിരുന്നു. മിഷനറി പ്രവർത്തകർ, ബ്രിട്ടീഷുകാർ ഇവിടെ മെക്കാളെ പ്രഭുവിൻ്റെ നേതൃത്വത്തിൽ വന്നിവിടെ നടപ്പിലാക്കിയ വിദ്യാഭ്യാസ പരിഷ്കരണ കാലം മുതൽ ഇവിടെ ഇതുണ്ട്. ഇവിടെ പള്ളികൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പള്ളികളിൽ പ്രാർത്ഥനയോടുകൂടി മാത്രമേ, പള്ളിക്കൂടമുണ്ടാകും, പള്ളിക്കൂടത്തിൽ പ്രാർത്ഥനയോടുകൂടി മാത്രമേ കുരിശ് വരച്ച് ആഹാരം കൊടുക്കും, എല്ലാവരും കുരിശ് വരയ്ക്കണം. അങ്ങനെ ഒരുപാട് രൂപത്തിൽ സ്നേഹത്തിലും നിർബന്ധിച്ചുമൊക്കെ ഒരുപാട് ആളുകളെ തൊഴിൽ കൊടുത്തും ജോലി കൊടുത്തും വിദ്യാഭ്യാസം ചെയ്യിച്ചും ആരോഗ്യകരമായി മാറ്റിയുമൊക്കെ യേശുവിൻ്റെ മതത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്, ക്രിസ്ത്യ മതത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അത് തെറ്റാണെന്ന് ചോദിച്ചാൽ തെറ്റല്ല. ആളുകൾ ഇഷ്ടപ്പെട്ട ആ മതത്തിലേക്ക് പോകട്ടെ. മതസ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് ഇന്ത്യ, ഇഷ്ടപ്പെട്ടതിൽ പോകട്ടെ. പക്ഷേ നിർബന്ധിതമായി പീഡിപ്പിച്ചും അല്ലാതെയുമൊക്കെ മതത്തിലേക്ക് ചേർക്കുന്ന, പ്രത്യേകിച്ച് കുട്ടികളെയൊക്കെയാണ് കൂടുതൽ ഇതിനകത്ത്, 18, 19, 20 വയസ്സായ കുട്ടികളെയാണ് ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വലിയൊരു പ്രതിസന്ധി ആയപ്പോഴാണ് ഇന്ത്യയിൽ 11 സംസ്ഥാനങ്ങളിൽ, ജോൺ ബ്രിട്ടാസുമാരും ഈ കിടന്ന് ബഹളം ഉണ്ടാക്കുന്ന എല്ലാവരും ഇത് അറിയണം, 11 സംസ്ഥാനങ്ങളിൽ ഇന്ത്യയിൽ നിർബന്ധിത മതപരിവർത്തന നിയമമുണ്ട്. ഒഡീഷയിലാണ് 1967 ആദ്യം ഉണ്ടാക്കി, പിന്നെ ജാർഖണ്ഡായപ്പോൾ അവിടെ ഈ നിയമമായി. മധ്യപ്രദേശിൽ 1968 ഉണ്ടാക്കി. ഛത്തീസ്ഗഡിൽ, മധ്യപ്രദേശിൻ്റെ ഭാഗമായിരുന്ന ഛത്തീസ്ഗഡ് മാറുമ്പോൾ സ്വാഭാവികമായിട്ട് ഛത്തീസ്ഗഡിൽ ആ നിയമം വന്നു. അരുണാചൽ പ്രദേശിൽ 78 നിയമം വന്നു. ഇനി ഛത്തീസ്ഗഡിൽ തന്നെ ആ നിയമത്തെ അവർ പുതുക്കി, 2000 അവർ പുതുക്കി. ഗുജറാത്തിൽ 2003 വന്നു. ഹിമാചൽ പ്രദേശിൽ 2006 വന്നു. 2019 അത് അവർ പുതുക്കി. പിന്നെ ഉത്തർപ്രദേശിൽ 2021 സമഗ്രമായ ബില്ല് വന്നു. പിന്നെ ഉത്തരാഖണ്ഡിൽ 2018 വന്നു. കർണാടകത്തിൽ, നമ്മുടെ തൊട്ടടുത്തുള്ള കർണാടകത്തിൽ 2022 വന്നു. അത് പിന്നെ വിവാദങ്ങളൊക്കെ അങ്ങനെ നിൽക്കുന്നു. ഹരിയാനയിൽ 2022 വന്നു. ഇങ്ങനെ രാജ്യത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ ആദ്യകാലത്ത് BJP ഭരിക്കുന്നതിന് മുമ്പ് കോൺഗ്രസ് ഗവൺമെൻറ്റുകളാണ് ഈ കാര്യങ്ങളെല്ലാം ഇവിടെ കൊണ്ടുവന്നത്. നാരായൺ സിംഗ് ആണ് ഈ പറയുന്ന പിന്നെ നമ്മുടെ മധ്യപ്രദേശിലെ, അതായത് ഇന്നത്തെ ഛത്തീസ്ഗഡും മധ്യപ്രദേശായിട്ട് നിൽക്കുന്ന സംസ്ഥാനത്ത് കൊണ്ടുവന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ സംസ്ഥാനത്തും കൊണ്ടുവന്നിട്ടുണ്ട്. മാത്രമല്ല സുപ്രീം കോടതിയും രാജ്യത്തെ കോടതികളും വളരെ സുവ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഒരാളെയും നിർബന്ധിച്ച് മതം മാറ്റരുത്, അത് എങ്ങോട്ടും മാറ്റരുത്. അത് ഹർവാപ്പസിയിലൂടെ ഹിന്ദുവിലേക്ക് മാറ്റരുത്, ലവ് ജിഹാദുകളിലൂടെ മുസ്ലിമിലേക്ക് മാറ്റരുത്, ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ ക്രിസ്ത്യനിലേക്ക് മാറ്റരുത്. അപ്പോൾ വീണ്ടും ഞാൻ പറയുന്നു, ക്രിസ്ത്യാനികളുടെ ഒരു ചെറിയ ഒരു ഗുണവും ദോഷവും. എന്താ ഗുണം? സുവിശേഷം പറയുക എന്ന് പറയുന്നത് അവരുടെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അവർ ജംഗ്ഷൻ, ഇപ്പോൾ കേരളത്തിൽ പോലും പല ജംഗ്ഷനുകളിലും ആരും കേൾക്കാനില്ലെങ്കിലും ക്രിസ്ത്യാനികളുടെ, അത് പെന്തക്കോസ്ത് വിഭാഗക്കാരാണ് കൂടുതൽ വന്നിട്ട്, പാസ്റ്റർമാരാണ്, അവർ വന്നിന്ന് സുവിശേഷം പറയും. യേശുവാണ് നല്ലത്, യേശു വീണ്ടും വരുന്നു, ഇങ്ങനെ. അതുപോലെ തന്നെ ആളുകളെ വിളിച്ചിട്ട്, ഫോണിൽ വിളിച്ചിട്ട് അവരെ പറയും, ഞങ്ങൾ ശുശ്രൂഷ ചെയ്യട്ടെ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ചോദിച്ച് കഴിയുന്നത്ര ആളുകളെ ക്രിസ്തു മതത്തിലേക്ക് കൊണ്ടുപോകുന്ന സുവിശേഷം പറയുന്ന രീതിയുണ്ട്. അത് നടത്തിക്കൊള്ളൂ, അതിനൊരു സ്വാതന്ത്ര്യമുണ്ട് ഇവിടെ. പക്ഷേ അതേസമയം
നിർബന്ധിതമായ മതപരിവർത്തനം നടത്തുക. ഛത്തീസ്ഗഡ് പോലുള്ള വനവാസി മേഖലയിൽ പോയി അവിടെ നിന്ന് 200-300 കിലോമീറ്റർ ദൂരെയുള്ള ആഗ്രയിലേക്ക് കൊണ്ടുപോയി, അല്ലെങ്കിൽ മറ്റൊരു സ്റ്റേറ്റിൽ കൊണ്ടുപോയി കുട്ടികളെ കൊണ്ടുപോയി അരമനകളിലോ പള്ളികളിലോ കന്യാസ്ത്രീ മഠങ്ങളിലോ ഒക്കെ കൊണ്ടുപോയാൽ പിന്നെ അവരുടെ ജീവിത സുരക്ഷിതത്വത്തെയൊക്കെ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതുമുണ്ട്. അതൊക്കെ ചർച്ച ചെയ്യപ്പെടണം. പിന്നെ ഹിന്ദുക്കളെ നന്നാക്കാനാണ്, അല്ലെങ്കിൽ ഹിന്ദു സമുദായത്തിൽപ്പെട്ടവരെ നന്നാക്കാനാണെങ്കിൽ അതിനു മുമ്പേ മുസ്ലിം സമുദായത്തിൽ പാവപ്പെട്ടവരുണ്ട്, ക്രിസ്ത്യ സമുദായത്തിൽ പാവപ്പെട്ടവരുണ്ട്, മതപരിവർത്തനം നടത്തിയ പരിവർത്തിത ക്രിസ്ത്യാനികളുണ്ട്, ഹിന്ദു മതത്തിൽ പോയവർ. അവരുമൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകളെ ആലോചിക്കാം. എല്ലാവരും കൂടി ഇടിച്ചു കയറി ഛത്തീസ്ഗഡിൽ പോകുന്നത് എന്തിനാണെന്നറിയില്ല. ഇനി ഛത്തീസ്ഗഡിൽ പോയി ആദിവാസികളെ കൊണ്ടുവരാനാണെങ്കിൽ അതിൻ്റെ കൃത്യമായ നിയമങ്ങളും പേപ്പറുകളും എല്ലാം കൊണ്ടുവന്നുകൊണ്ട് വേണമെങ്കിൽ സമഗ്രമായ നിയമം ഉണ്ടാകട്ടെ. എനിക്ക് ഇന്ത്യ ഗവൺമെൻറ്റിനോടും സംസ്ഥാന ഗവൺമെൻറ്റുകളോടും പറയാനുള്ളത്, ഇങ്ങനെ മുട്ടിന് ഓരോ സംസ്ഥാനങ്ങളും നിയമങ്ങൾ ഉണ്ടാക്കാതെ കേന്ദ്ര ഗവൺമെൻറ് വളരെ സമഗ്രമായൊരു നിയമം ഉണ്ടാക്കണം. നിർബന്ധിത മതപരിവർത്തനത്തിന് ഒരു പ്രോട്ടോക്കോൾ ഉണ്ടാക്കണം. അതുണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ആളുകൾക്ക് മറ്റൊരു മതത്തിലേക്ക് പോകണമെങ്കിലോ ജോലിക്ക് കൊണ്ടുപോകണമെങ്കിലോ നാടുകടത്തി കൊണ്ടുപോകണമെങ്കിലോ വിട്ടുകൊണ്ടു പോകണമെങ്കിലോ എല്ലാറ്റിനും ഒരു പ്രോട്ടോക്കോൾ, ഒരു പ്രൊസീജിയർ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകണം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമാണ്. കൃത്യമായി മൊബൈൽ ആപ്പും അതുപോലെ തന്നെ വെബ്സൈറ്റും പോർട്ടലും എല്ലാം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ ഉണ്ടാക്കി നിയമപരമായി ആളുകളെ കൊണ്ടുപോട്ടെ. അല്ലെങ്കിൽ ഈ പ്രശ്നം ഭാരതത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കും. ഈ പ്രശ്നത്തിൻ്റെ പേരിൽ മതവർഗ സംഘടനകൾ, ഇവിടെ SDP പോലും സമരം ചെയ്തു. നിങ്ങൾ മനസ്സിലാക്കുക, മതവർഗ സംഘടനകൾ, മത തീവ്രവാദികൾ എല്ലാവരും ഇത് മുതലെടുക്കും. ആവശ്യമില്ലാത്ത സൗഹാർദ്ദമായി കഴിയുന്ന, മതസൗഹാർദ്ദത്തിൽ കഴിയുന്ന രാജ്യത്ത് മതസ്പർദ്ധ വർദ്ധിക്കും. അതിൽ രാഷ്ട്രീയമായി കൂടി ആളുകൾ കുത്തിക്കയറ്റും. BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആൻ്റണി അവിടെ നിന്ന് എല്ലാം കോർഡിനേറ്റ് ചെയ്യുമ്പോൾ, BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ഇതിനാവശ്യമായ നടപടികൾ കേന്ദ്രത്തിലും ഛത്തീസ്ഗഡിലും കോർഡിനേറ്റ് ചെയ്യുമ്പോൾ, നേരിട്ട് ഡൽഹിയിൽ പോയി കോർഡിനേറ്റ് ചെയ്യുമ്പോഴും ഇവിടെ ചില പിതാക്കന്മാരും ചില ആളുകളും ചാനലുകളിൽ വന്ന് അവരുടെ രാഷ്ട്രീയമുണ്ട്, ഞാൻ പലരെയും പേര് പറയുന്നില്ല, അവരുടെ രാഷ്ട്രീയമുണ്ട്, അതുൾപ്പെടെ പുറത്തു വച്ചു. പല ഓഫീസുകളിലും കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും ഓഫീസുകളിൽ നടന്ന ഗൂഢാലോചനകൾ ചാനലുകളിൽ പറഞ്ഞു. നിങ്ങൾ ആലോചിക്കുക, ഒരു സംസ്ഥാനത്ത് BJPക്ക് മുൻതൂക്കമുള്ള, സംഘപരിവാറിന് മുൻതൂക്കമുള്ള ഒരു സംസ്ഥാനത്ത് 2 കന്യാസ്ത്രീകൾ ജയിലിൽ കിടക്കുമ്പോൾ എരുതിയിൽ എണ്ണ ഒഴിക്കും പോലെ, മുറിവിൽ മുളക് തേക്കും പോലെ ഒരുപാട് പ്രസ്താവനകൾ, രാഷ്ട്രീയ പ്രസ്താവനകൾ ഇന്ത്യയിൽ വന്നു. അതുകൊണ്ട് ആർക്കാണ് ദോഷമുണ്ടാവുക? ഭൂരിപക്ഷത്തിനോട് ന്യൂനപക്ഷം ബഹളമുണ്ടാക്കുമ്പോൾ ദോഷമുണ്ടാകുന്നത് ആർക്കാണ് എന്ന് വിചാരിച്ചാൽ എൻ്റെ അർത്ഥം ന്യൂനപക്ഷം ബഹളമുണ്ടാക്കണ്ടെന്നോ സമരം ചെയ്യേണ്ടെന്നോ അല്ല. കൃത്യമായി നിങ്ങൾ പ്രതിഷേധിക്കണം. നിങ്ങൾക്ക് പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട്. ന്യൂനപക്ഷത്തിനുമുണ്ട്, ഭൂരിപക്ഷത്തിനുമുണ്ട്. സമരം എല്ലാം ചെയ്യാം. പക്ഷേ വിദ്വേഷ പ്രസ്താവനകളും രാഷ്ട്രീയ പ്രസ്താവനകളും, അരമനയിൽ കേക്ക് കൊണ്ടുവന്നതിനെ, അരമനയിൽ ചായ കുടിച്ചതിനെ ഒക്കെ നിങ്ങളോട് വിളിച്ചിട്ടല്ലേ വന്നത്, നിങ്ങളോട് പറഞ്ഞിട്ടല്ലേ വന്നത്. എത്ര സൗഹൃദമായിട്ടാണ് ആ കാര്യങ്ങളൊക്കെ നടന്നത്. പക്ഷെ അതിനെയൊക്കെ എടുത്ത് അലക്കുന്നത് കാണുമ്പോൾ വളരെ മോശമായി തോന്നുന്നു. പ്രത്യേകിച്ച് ഉത്തരവാദിത്തപ്പെട്ട പിതാക്കന്മാർ പലരും പറഞ്ഞു, ഇനി കേക്കും കൊണ്ട് ഇങ്ങോട്ട് വരണ്ട. സാധാരണ പ്രവർത്തകരല്ല പറഞ്ഞത്. അത് പാടില്ലായിരുന്നു. ആ വിവാദ പ്രസ്താവനകൾ ഒഴിവാക്കണമായിരുന്നു. അവിടെ പോയി ഷോകൾ കാണിക്കാൻ പോകാൻ പാടില്ലായിരുന്നു. ജയിലിൻ്റെ മുമ്പിൽ പോയി, നമുക്ക് സ്വാധീനമില്ലാത്തൊരു സ്ഥലത്ത് ചെന്ന് ജയിലിൻ്റെ മുന്നിൽ പോയി എല്ലാവരും കൂടെ ബഹളമുണ്ടാക്കിയപ്പോൾ, പാർലമെൻറ്റിൽ ബഹളമുണ്ടാക്കിയപ്പോൾ സംഭവിച്ചെന്താണെന്നറിയാവോ? അവിടുത്തെ ലോക്കൽ ചാനലുകളിൽ, ലോക്കൽ പത്രങ്ങളിൽ ഇത് വലിയ വാർത്തയായി. ഇതാ മനുഷ്യക്കടത്തിനും അതുപോലെ തന്നെ മതം മാറ്റത്തിനും ശ്രമിച്ച 2 കന്യാസ്ത്രീകളെ പോലീസ് പിടിച്ചപ്പോൾ അവരെ കൊണ്ടുപോകാൻ കേരളത്തിലെ എല്ലാവരും, BJP അടക്കമുള്ള എല്ലാവരും, അതുപോലെ രാജ്യത്തിലെ ഹിന്ദുക്കളെ ക്രിസ്ത്യാനികളും ശ്രമിക്കുന്നു എന്നുള്ളൊരു വാർത്ത വളരെ വലിയ തോതിൽ ഛത്തീസ്ഗഡിൽ അവിടുത്തെ ലോക്കൽ ചാനലുകളിൽ, പത്രങ്ങളിൽ വന്നിട്ടുണ്ടെങ്കിൽ അതും ജഡ്ജിയെ സ്വാധീനിച്ചിട്ടുണ്ടാവുമെന്ന്, അല്ലെങ്കിൽ ജഡ്ജിമാരെ സ്വാധീനിച്ചിട്ടുണ്ടാവുമെന്ന് നമ്മുടെ ക്രിസ്ത്യ സഹോദരങ്ങളും ഇതിന് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നടക്കുന്നവർ വിചാരിക്കുക. ജയിലിൻ്റെ മുന്നിൽ പോയി സൂപ്രണ്ടിനോട് വഴക്കുണ്ടാക്കിയപ്പോൾ സ്വാഭാവികമായി അവിടുത്തെ പോലീസിന് വികാരം കൂടും. ഇതെല്ലാം നമ്മൾ സത്യസന്ധമായ കാര്യങ്ങളാണ്. ഇവിടെ ഒന്നും യാതൊരു കാര്യവുമില്ല. കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തു, നിർഭാഗ്യപരമായ കാര്യമാണ്, നടക്കാൻ പാടില്ലാത്തതാണ്. പക്ഷെ നടന്നു കഴിഞ്ഞാൽ, ഒരു ജുഡീഷ്യൽ പ്രോസസ്സ് ആരംഭിച്ചാൽ വളരെ സമാധാനപരമായി നിന്ന് അതിനെ നിയമത്തിൻ്റെ ഭാഷയിൽ നല്ല അഡ്വക്കേറ്റിനെ വെച്ച്, ഒരു നല്ല അഡ്വക്കേറ്റ് പോലുമല്ല ആദ്യം പോയത് സെഷൻസ് കോടതിയിൽ, ഒരു സ്ത്രീയാണ് പോയത്. അവർക്ക് ചക്ക കൊക്കാന്ന് അറിഞ്ഞുകൂടാത്ത സ്ത്രീയാണ് പോയത്. നിയമത്തിൻ്റെ ബാലപാഠം അറിയാത്തൊരു സ്ത്രീയാണ് ആദ്യം പോയത്. ഇതൊക്കെ കൃത്യമായി ആരുടെയോ തിരക്കഥയുടെ പ്ലാനിങ് ആണെന്ന് പറഞ്ഞാൽ കുറ്റം പറയാൻ കഴിയില്ല. എന്തായാലും പിടിക്കപ്പെട്ടു, അവർ പുറത്തു വന്നു. പിന്നെയും ന്യായങ്ങൾ പറയുകയാണ്. ഇനി അത് കേസ് പറയുക എന്നുള്ളതുള്ള ന്യായം. പക്ഷേ പുതിയ സമഗ്രമായ നിയമമുണ്ടാകട്ടെ. അത് മതപരിവർത്തന നിയമങ്ങൾ എടുത്ത് കളയണമെന്നാണ് ചില അച്ഛന്മാരൊക്കെ പറയുന്നത്. അതൊന്നും നടപ്പുള്ള കാര്യമല്ല. ഇവിടെ മതപരിവർത്തനം ഒരു യാഥാർത്ഥ്യമാണ്, നിർബന്ധിത. അതിനാവശ്യമായ
കൃത്യമായ പ്രോട്ടോക്കോൾ ഇന്ത്യയിൽ ഉണ്ടാകട്ടെ.